So this is the first question. ലാപ്പ് ഏതാണ്? PS ക്രാക്കഡ് ആണ്. ലാപ്പ് നമ്മളെ ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് 5590. അതിന്റെ വേർഷൻ ഞാൻ കറക്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം. അതിന്റെ ഒരു വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റീഫർബിഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കറന്റ്. PS ഫോട്ടോഷോപ്പ് നമ്മൾ ക്രാക്കാണ് യൂസ് ചെയ്യുന്നത്. ഫയൽ CRന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഡൗൺലോഡിന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോസും റീലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു ഫോട്ടോഷോപ്പ് ക്രാക്കാണ് ഇപ്പോൾ സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പേയ്മെന്റ് വേർഷൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. സോ അത് ഒന്നും ആയിട്ടില്ല. പഠിച്ചത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചത് ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അതായത് +2 കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ BBA ഡിഗ്രി എടുത്ത് ബാച്ചിലർ ഡിഗ്രി BBA ചെയ്ത് ഇപ്പോ 3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ അതിന്റെ ഒപ്പം തന്നെ നമ്മളെ കോളേജ് ടൈമിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസൈനും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സെൽഫ് ലേൺ ചെയ്ത് പഠിച്ചിട്ട് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കോളേജിലും അങ്ങനത്തെ ആവശ്യങ്ങളിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയാണ് ഈ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് ഈ ഒരു ടൈപ്പായിട്ട്. സോ നമ്മൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് ഇതുവരെ ഒന്നും നമ്മളൊരു കോഴ്സ് എടുത്തിട്ടോ അങ്ങനെ ഒരു പഠിച്ചിട്ടില്ല. സെൽഫ് ലേൺ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മളൊരു കോഴ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ട് നമ്മൾ ഇതുവരെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. പഠിച്ചത് ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ ഡിസൈനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഡിസൈൻ ഫീൽഡിൽ അങ്ങനെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളോ അങ്ങനത്തെ ഒരാളില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു നല്ലൊരു ഡിസൈനറിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ഡിസൈനറിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസൈനറിന്റെ ഡിസൈൻ കണ്ടിട്ടോ അങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആളല്ല. ഞാനൊരു 7th 8th സ്റ്റാൻഡേർഡ് മുതലേ നമുക്ക് ഈ ഒരു ഫീൽഡിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് ജസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോഗ്രാഫി, ഫോട്ടോ. ഞാൻ ഇപ്പോൾ ഡിസൈനിലേക്ക് വന്നിട്ട് ഞാൻ അധികമായിട്ടില്ല. ഞാൻ ഗ്രാഫിക് ഡിസൈൻ ഫീൽഡിലോട്ട് അതായത് ഈ പോസ്റ്റർ ഡിസൈൻസ് അങ്ങനത്തെ ഫീൽഡിലോട്ട് വന്നിട്ട് ഒരു 2 to 3 years അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ബട്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യായിരുന്നു. വീഡിയോ എഡിറ്റിങ്, വീഡിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോസ് ഇറക്കാം. നമ്മൾ ജസ്റ്റ് എന്റെ പേഴ്സണൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോഗ്രാഫീസും വീഡിയോഗ്രാഫും വീഡിയോ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നതാണ്. ഓക്കെ, 4GB RAM i3 ലാപ്പിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് പറ്റും. പറ്റില്ല എന്ന് ഞാൻ വെറുതെ പറ്റുമെന്ന് പറയില്ല. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇതേ വെർഷനിലുള്ള 4GB RAM i3 ഇന്റൽ കോർ i3 പ്രൊസസ്സറും വരുന്നൊരു HP-യുടെ ഒരു ലാപ്ടോപ്പിലാണ് ഞാൻ ഗ്രാഫിക് ഡിസൈൻ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് കയറ്റിയിരുന്നു, പ്രീമിയർ പ്രോ കയറ്റിയിരുന്നു, ഫോട്ടോഷോപ്പ് കയറ്റിയിരുന്നു, ലൈറ്റ് റൂം കയറ്റിയിരുന്നു. ഇതൊക്കെ ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ലാപ്ടോപ്പിലാണ്. സോ അതിനനുസരിച്ചുള്ള ഒരു ലിമിറ്റേഷൻസ് നമുക്കുണ്ടാവും. കാരണം അത്യാവശ്യം റെൻഡറിങ്ങിനായാലും വീഡിയോ റെൻഡറിങ്ങിനായാലും അത്യാവശ്യം സ്ലോ ആവും, ലാഗ് ഉണ്ടാവും, ഹാങ് ഉണ്ടാവും. ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും അതിനിടയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യാനും അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇടയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റും കാര്യങ്ങളും നമുക്ക് ക്രോമിൽ പോയി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ലാഗും ഹാങ്ങും കാര്യങ്ങളൊക്കെ വരും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നമ്മളിങ്ങനെ 4GB RAM i3 ലാപ്പിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് കയറ്റിയിരുന്നത് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിന്റെ CS6 എന്ന് പറയുന്ന ഒരു ഓൾഡ് വേർഷൻ ആയിരുന്നു. ഫോട്ടോഷോപ്പ് നമ്മൾ 2019 വേർഷൻ ആയിരുന്നു. പ്രീമിയർ പ്രോ 2070 അങ്ങനെ എന്ത് വേർഷൻ ആയിരുന്നു. ലൈറ്റ് റൂമും അതുപോലെ ഒരു ഓൾഡ് വേർഷൻ ആയിരുന്നു കയറ്റിയിരുന്നത്. സോ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലാഗും വർക്ക് ചെയ്യുന്നതിനിടയിൽ സിസ്റ്റം ഓഫായി പോവുക അല്ലെങ്കിൽ റീസ്റ്റാർട്ടായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത് കൊണ്ട് നമ്മളതൊക്കെ എന്താ പറയുക ഒരു ക്ഷമയോട് കൂടിയിട്ട് ഇരുന്ന് ടൈം എടുത്ത് ഒരു വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞ് റെൻഡറിങ്ങിന് നമ്മളിവിടെ ലാപ്പ് ഇതാക്കി വെച്ചിട്ട് നമ്മൾ പോയി വരുമ്പോഴൊക്കെ ചിലപ്പോൾ അതാവുള്ളൂ. അങ്ങനെ നമ്മൾ ഇരുന്ന് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ അങ്ങനെയുള്ളൊരു ലാപ്ടോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യണത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ലാപ്ടോപ്പിൽ നമുക്ക് കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നല്ല കേട്ടോ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 to 3 years ആയിട്ടുള്ളൂ. പെയ്ഡ് ക്ലയന്റുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ പെയ്ഡായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ
ക്ലയൻസിന് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയർ ആവുന്നുള്ളൂ. ഈ ഒരു നിങ്ങൾ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് പോസ്റ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അറിയാം. അതിന് ശേഷമാണ് നമ്മൾ ഈ പെയ്ഡ് ക്ലയൻറ്റുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ലേണിംഗ് പ്രോസസ്സിനും വേണ്ടിയിട്ട് യൂട്യൂബിലും ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളുടേതായിട്ടുള്ള എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലൊരു എക്സ്പീരിയൻസ് ആക്കി എടുത്തത്. എന്നിട്ട് നമ്മൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ക്ലയൻറ്റിനെ കിട്ടി. ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നു. നമ്മുടെ ഏജ് 20 വയസ്സായിട്ടുള്ളൂ, ചെറുപ്പമാണ്. ഗ്രാഫിക് ഡിസൈനിങ് എവിടുന്നാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഓൺലൈൻ റിസോഴ്സസ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് നമ്മളൊരു ഒരു ചാനൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ബേസ്ഡ് പഠിച്ചതല്ല. നമ്മളിങ്ങനെ സോഫ്റ്റ്വെയർ ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ ഓരോ വർക്ക്സും ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ആവുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ നമുക്ക് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബോ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് പഠിച്ചെടുത്തതാണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിംഗ് നമ്മൾ അത്ര വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ അക്കൗണ്ടൊക്കെ റീലിടാനും അല്ലെങ്കിൽ അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അതിനുള്ളൊരു ബേസിക് ലെവൽ ഓഫ് വീഡിയോ എഡിറ്റിംഗ് മാത്രമേ നമുക്കറിയുള്ളൂ. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ. വർക്കിന് പേയ്മെൻറ്റ് എങ്ങനെ വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്സ് ക്ലയൻസ് ഉണ്ടാവും. അതായത് നമുക്ക് ഓൾറെഡി അറിയുന്ന ക്ലയൻസ് ഉണ്ടാകും. നമുക്ക് ഓൾറെഡി അഡ്വാൻസ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മന്ത്ലി പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസത്തിനുള്ള കംപ്ലീറ്റ് പൈസ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നവരുണ്ടാവും. പിന്നെ നമുക്ക് റിമോട്ടായിട്ട് വരുന്ന ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റാൻഡമായിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓൾറെഡി എപ്പോഴും വർക്ക് തരുന്ന ക്ലയൻസ് നമുക്ക് അത്യാവശ്യം ട്രസ്റ്റബിൾ ആവും. അപ്പോൾ നമ്മൾ അവർക്ക് വർക്ക് അയച്ചു കൊടുക്കും. 2-3 വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാവും അവർ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് തരുന്നവരുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ റിമോട്ടായിട്ട് വരുന്നവർക്ക് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് നമ്മൾ സ്ക്രീനിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് വേണ്ട എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ പേയ്മെൻറ്റ് തന്നതിന് ശേഷം നമ്മളൊരു ഫൈനൽ ഔട്ട് അതിൻ്റെ ഒരു ഫയൽ നമ്മൾ അവർക്ക് ചെയ്യുന്ന വർക്ക് മാത്രം ഇടാതെ ഞങ്ങൾക്കും ഉപകരിക്കുന്ന വല്ല ടിപ്സൊക്കെ ആവാം. സോ അതൊക്കെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്നൊരു Q&A സെക്ഷൻ തന്നെ നമ്മൾ വെക്കാൻ കാരണം. നമുക്ക് കുറേ ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് പോസ്റ്റർ മേക്കിങ്ങിൻ്റെ കംപ്ലീറ്റ് ഫുൾ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട്. അതിനുള്ള ഒരുപാട് റിസോഴ്സും കാര്യങ്ങളൊന്നും സെറ്റ് ആവാനുണ്ട്. പിന്നെ ടൈമില്ല. ആസ് എ ഫ്രീലാൻസർ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. നമുക്ക് ഫുൾ ടൈം വർക്കാവും അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ എന്തെങ്കിലും മോക്കപ്പ് ഫയൽസും കാര്യങ്ങളും സെറ്റാക്കുക. അല്ലെങ്കിൽ ഉള്ള വർക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ബിഹാൻസിലാവട്ടെ അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാണ്ടാവും ഫ്രീ ടൈമിൽ. അപ്പോൾ അങ്ങനെ കൂടെ ആയിട്ടൊരു ടൈമിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട് പറ്റാത്തത്. ചെയ്യാനായിട്ടുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റാക്കാണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഇല്ലുസ്ട്രേറ്ററിന് 23 വേർഷനാണ്. അതായത് 2023 വേർഷൻ ഇല്ലുസ്ട്രേറ്ററാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പോൾ മൊത്തത്തിലൊരു പേയ്മെൻറ്റ് വേർഷന് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലും നമ്മൾ വലിയൊരു ഐഡിയ ഇല്ല. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് DM ചെയ്യാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് വേർഷൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേറ്ററിലും ഫോട്ടോഷോപ്പിലും ഒക്കെ AI വെച്ചിട്ട് ഒരുപാട് എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു അടിപൊളി ഫീച്ചർ വന്നിട്ടുണ്ട് AI ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളൊരു പെയ്ഡ് സോഫ്റ്റ്വെയർക്ക് മാറണം എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. സെറ്റായിട്ടില്ല. എങ്ങനെ നമുക്ക് ബെറ്റർ ക്ലയൻറ്റിനെ കിട്ടാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടി ഒറ്റൊരു ആൻസർ പറയണം. നമുക്കെങ്ങനെ ക്ലയൻറ്റിനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് ക്ലയൻറ്റ് ഇല്ലെങ്കിലും നമ്മൾ യൂട്യൂബും മറ്റ് റിസോഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡമ്മി വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് അങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ്
കയറിയിട്ട് ആ ഒരു ഫോളോവേഴ്സ് നമ്മുടെ ക്ലയൻസായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നൊരു സ്റ്റൈലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലയൻസും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഓൾറെഡി വന്ന ക്ലയൻസ് അവർക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ തരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു വർക്ക് കിട്ടുക ഒരു ക്ലയൻറ്റിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് വർക്ക് കിട്ടാനുള്ള ചാൻസ്. യെസ് ബ്രോ, ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഏജൻസി റൺ ചെയ്യുന്നത് എൻ്റെ കീഴിലാണ്. ഞാനാണ് ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇന്നാളൊരു ഹയറിങ് വെച്ചിരുന്നു. കുറച്ച് ഫ്രീലാൻസേഴ്സ് നമ്മുടെ കീഴിലുണ്ട്. നമ്മൾ അത്യാവശ്യം അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രീലാൻസേഴ്സിനെ നമ്മൾ അണ്ടറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ കോൺടാക്റ്റ് കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീലാൻസേഴ്സിന് നമ്മൾക്ക് ആ ഒരു വർക്കും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അങ്ങനത്തെ വർക്കും കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വർക്ക്സ് കാര്യങ്ങളൊക്കെ പക്ക ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ വർക്കും നമ്മുടെ അക്കൗണ്ടിലെ ഫ്രം സ്ക്രാച്ച്, അതായത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു 250 സംതിങ് പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ്, ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ്. ബാക്കി ഒരുപാട് വർക്ക്സ് ഇതിൻ്റെ ക്ലയൻസ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വേറെ ഫ്രീലാൻസ് ഡിസൈനേഴ്സിനൊക്കെ യൂസ് ചെയ്തിട്ട്. ആ ഒരു വർക്കും കാര്യങ്ങളും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മളുടെ വർക്ക് എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ട്. പിന്നെ ഇതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ബേസ്ഡ് ഒരു ഏജൻസി ബേസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക ഒരു ഓഫീസോ അങ്ങനത്തെ കാര്യങ്ങളും ഇതൊന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ നമുക്ക് പ്ലാൻ ഉണ്ട്. നമുക്ക് നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഏജൻസി കംപ്ലീറ്റ് ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഒക്കെ ആക്കി മാറ്റാനായിട്ട് നമുക്കൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുള്ളതുണ്ട്. സോ അതൊക്കെ കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് ആ ഒരു ഫീൽഡിലായിട്ട് ഇറങ്ങാനാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെ ആണ് പോകുന്നത് എന്ന് നമുക്കറിയില്ല. സോ ലെറ്റ്സ് സീ. ഡിസൈൻ ചെയ്ത് മണി ഏൺ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് നമ്മൾ ഇതിൽ സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്ത് നമ്മൾ ക്ലയൻസിനെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇതിൽ നമ്മളോടിപ്പോൾ എന്നോടും ഒരുപാട് പേര് പറഞ്ഞിരുന്നു, എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്, ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു മണി മേക്കിങ്ങിന് പറ്റിയൊരു സോഴ്സാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യത്തിൽ പാഷനേറ്റഡാണ്. നമ്മളതിൽ വെല്ലായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും 100% അതിൽ നമ്മൾ എഫേർട്ട് ഇടാനും നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് ഫീൽഡും നമുക്കൊരു മണി മേക്കിംഗ് സോഴ്സായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും. ക്ലയൻസിനെ കിട്ടാനാണെങ്കിലും വർക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനാണെങ്കിലും ഒക്കെ അത്യാവശ്യം ടൈം എടുക്കും. അത് നമുക്കതൊരു മാറ്റർ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്താൽ തന്നെ കിട്ടും. ക്ലയൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹൗ ടു ഫൈൻഡ് ക്ലയൻറ്റ് ആസ് എ ബിഗിനർ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആസ് എ ബിഗിനർ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ക്ലയൻറ്റിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ വർക്ക് ഇമ്പ്രൂവ് ആക്കുക. നമ്മൾ ചെയ്യുന്ന വർക്ക് എത്ര ചെറിയ വർക്ക് ആയിക്കോട്ടെ, എത്ര ചെറിയ കാര്യം ആയിക്കോട്ടെ, മറ്റൊരാളുടെ ട്യൂട്ടോറിയൽ കണ്ട് അതേ വർക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്തതായിക്കോട്ടെ, അതുവരെ നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമ്മളങ്ങനെ വർക്കൊക്കെ പോസ്റ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞ് നമ്മുടെ വർക്ക് നമ്മൾ ആസ് ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് അല്ലെങ്കിൽ നമുക്ക് ഇത്ര സ്കില്ലുണ്ട് എന്നുള്ളത് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കണം. അതായത് നമ്മളെ സെൽഫ് ബ്രാൻഡ് ചെയ്യുക. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെൽഫ് ബ്രാൻഡ് ചെയ്യുക. നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ക്ലയൻസിന് തോന്നണം നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് വർക്ക് അറിയാം, അല്ലെങ്കിൽ ഇവനക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റുമെന്നുള്ളത് ക്ലയൻസിന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും ഓട്ടോമാറ്റിക്. ഫ്രീലാൻസറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താ പറയുക, നമ്മളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനും നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ആസ് എ ഫ്രീലാൻസർ നമ്മൾ വർക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയം നമ്മൾ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡെമ്മി പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്ത് നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. അത് തന്നെയാണ് ഒരു ഫ്രീലാൻസേഴ്സിന് ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടാനും കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ വർക്ക് എത്തിക്കാനും നമ്മളെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രീലാൻസേഴ്സിനോടാണെങ്കിലും നമ്മൾ വെറുതെ ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ വെറുതെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലയൻസിനെ കിട്ടണമെന്നില്ല. നമ്മൾ അതിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു സെൽഫ് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു മുന്നേറ്റമായിരിക്കും. ഗ്രാഫിക് ഡിസൈൻ കംപ്ലീറ്റ് ആയത് പഠിച്ചത് യൂട്യൂബിൽ നിന്നാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ലേൺ ഫ്രം എക്സ്പീരിയൻസ്, ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്നൊക്കെ പറയില്ല. നമ്മൾ ഓരോ ഫോട്ടോഷോപ്പ്, നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് നമ്മൾ അതിൽ ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, ഓരോ വർക്കും കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് നോക്കി. അതിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് നോക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പോസ്റ്ററിൻ്റെ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരു പോസ്റ്ററിൻ്റെ ട്യൂട്ടോറിയൽ കാണുന്നു. അതിൻ്റെ റിസോഴ്സസും കാര്യങ്ങളും ചിലപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ. അതിൽ അവർ ചെയ്യണ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവരുടെ വർക്കിനൊപ്പം നമ്മളുടെ വർക്ക് എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ ലേൺ ഫ്രം എക്സ്പീരിയൻസ്. നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റും, കൈ തട്ടി, അഥവാ പല ടൂൾസിലും കൈ തട്ടി അല്ലെങ്കിൽ മിസ്റ്റേക്സിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അത് സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മൾ ഈ ഒരു സെൽഫ് ലേണിംഗ് ജേണിയിൽ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ട്യൂട്ടോറിയലും കാണാതെ, ഒരു ഇതും അറിയാതെ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഞാനിപ്പോൾ ഈ ഒരു ഇയർ റീസെൻ്റായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണം, അതിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണതും. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് ഫോട്ടോഷോപ്പിനെ പറ്റി ഉണ്ടാവുന്ന ചെറിയ ഐഡിയ വെച്ചിട്ട് ഇതിൽ ഓരോ കാര്യങ്ങളും ഷേപ്സും ടെക്സ്റ്റ് ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാത്ത സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും യൂട്യൂബ് ചാനലിലോ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇന്ന് നമ്മൾ എന്താ പറയുക, ഇന്ന് റിസോഴ്സസിന് കുറവില്ല. നമ്മൾ വെല്ലായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മുടെ റിസോഴ്സസ് നമ്മൾ സ്വയം കണ്ടുപിടിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും ചോദിക്കാറുണ്ട് ഏത് യൂട്യൂബ് ചാനൽ നമ്മൾ എടുക്കണം. അങ്ങനെ ഒരു സ്പെസിഫിക് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനില്ല. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സജഷനിൽ ഒരുപാട് വീഡിയോസ് വരും. അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ചാനൽ അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ടെത്തും. ഹൗ ടു പിക്ക് ഗുഡ് കളേഴ്സ്. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. കളർ കോമ്പിനേഷൻസ് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ. അതായത് നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വർക്ക് തന്നു, അതായത് അവർക്കൊരു തീമുണ്ട്, അവരുടെ ബ്രാൻഡിനൊരു തീമുണ്ട്, അവരുടെ ഇൻസ്റ്റഗ്രാമിലും കാര്യങ്ങളും അവർക്ക് സോഷ്യൽ മീഡിയയൊക്കെ അവർക്കൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു കളർ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ റാൻഡമായിട്ട് നമ്മൾ സിറ്റുവേഷൻ ബേസ്ഡ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു പ്രോഗ്രാം ബേസ്ഡ്, ഇപ്പോൾ ഒരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്ററാന്ന് നോക്കുക. ഓണം റിലേറ്റഡ് പോസ്റ്ററാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഒരു ഓണം ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ, അത് യെല്ലോ കളറോ യെല്ലോ ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗ്രേഡിയൻ്റോ കാര്യങ്ങളൊക്കെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിന് സ്യൂട്ടായിട്ട് അതിൽ വിസിബിളായിട്ട് നല്ല രീതിയിൽ റീഡബിൾ ആയിട്ടുള്ള ടെക്സ്റ്റും ഫോണ്ടും ഷേപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ കളേഴ്സ് സെറ്റ് ചെയ്യുന്നത്. കളറിൻ്റെ വിഷയത്തിൽ എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ് ഇത്, എങ്ങനെ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് ഏത് കളർ കൊടുക്കുക, ടെക്സ്റ്റിന് ഏത് കളർ കൊടുക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനൊരു ഒന്നെങ്കിൽ തീം ബേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരുടെ ലോഗോക്കും അവരുടെ ബ്രാൻഡിനും ഒരു കളർ ഐഡൻറ്റിറ്റി ഉണ്ടാവും. അത് ബേസ്ഡ് നമ്മൾ ചെയ്യും. പിന്നെ ഓരോ പ്രോഗ്രാംസ് ബേസ്ഡ് എന്ത് റിലേറ്റഡ് ആണോ നമ്മൾ ചെയ്യുന്ന വർക്ക് അത് ബേസ്ഡ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ കളറിന് ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. അതിലൊക്കെ നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഗ്രാഫിക് ഡിസൈൻ ഞാൻ കൂടുതൽ തിയറീസും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി ഒരു പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കളേഴ്സിലും കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടും. എങ്ങനെയായാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് അതിൽ വിസിബിളായി നിൽക്കണം, അതിൽ നിന്ന് ഡിഫറൻ്റ് ആയി നിൽക്കുന്ന കാര്യം നമ്മൾ ഫോർഗ്രൗണ്ടിൽ. ഹായ്, PCRs എന്ന് നെയിം ഇടാനുള്ള കാരണം അതിൻ്റെ ഹിസ്റ്ററി പറയാമോ? എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ PCRs എന്ന് പറയുന്നൊരു നെയിമിൻ്റെ പിറകിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പേര് അമീൻ PC എന്നാണ്, എൻ്റെ ഇനീഷ്യലാണ് PC. സോ ഞാൻ അറിയപ്പെടുന്ന കോളേജിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും PC എന്നായിരുന്നു. എൻ്റെ സ്കൂളിലാണെങ്കിലും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ എന്നെ PC എന്ന് വിളിച്ചിരുന്നു. കോളേജിൽ എനിക്ക് വിളിച്ചിരുന്നു. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിരുന്നു. സോ അങ്ങനെയാണ് അമീൻ PC ചെയ്യുന്ന ആർട്സ് വർക്ക് എന്നുള്ള രീതിയിലാണ് PC ആർട്സ് എന്ന രീതിയിലായിട്ട് നമ്മളൊരു പേരിട്ടത്.
സോ അത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടോ ഒരു ബ്രാൻഡിങ് രീതിയിൽ നമ്മൾ ചെയ്തതല്ല. ബട്ട് ആ ഒരു പേര് നമ്മളെന്നും മുറുകെ പിടിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. സോ അതിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു പേരാണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഒരു ഏജൻസിക്ക് കീഴിൽ ഹൈ സാലറി പാക്കേജ് കിട്ടിയാൽ പോകുന്നു, അത് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല ബ്രോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും 100% ഒരു കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയാവും, സിറ്റുവേഷൻസ് എങ്ങനെയാവും വരിക, നമ്മൾ ഇതുപോലെ തന്നെ ഫ്രീലാൻസിന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവോ, അതോ വേറൊരു ജോബ് നമ്മൾ ഈ ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ജോബിലോട്ട് നമ്മൾ കയറുമോ, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ പോകുന്ന സിസ്റ്റം തന്നെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ഒരു മീഡിയ ഏജൻസിയിലോട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് അത് മാറുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല. കാരണം സിറ്റുവേഷൻസ് അനുസരിച്ച് മേ ബി ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനൊരു ഹൈ പാക്കേജ് ഒരു സാലറി വന്നു കഴിഞ്ഞാൽ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പുതിയ പുതിയ ഐഡിയാസ് കിട്ടാൻ എന്ത് ചെയ്യണം? ഡിസൈനിങ് ഐഡിയാസ്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതിനൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു ആൻസർ പറയണം. സോ ഡിസൈൻ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് നോക്കാം. അതായത് നമ്മൾ ഐഡിയാസ് കിട്ടാനായിട്ട് നമുക്ക് ബിഹാൻസ്, പിൻട്രസ്റ്റ്, ഡ്രിബിള്, പിന്നെ ഗൂഗിള്, ഇങ്ങനത്തെ. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 15. സോ അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ചെയ്യാനുള്ളൊരു പോസ്റ്റർ വർക്ക് നമുക്ക് കിട്ടി. നമുക്ക് യാതൊരുവിധ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്തിരുന്ന ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ടോ പിൻട്രസ്റ്റ് പോയിട്ടോ അല്ലെങ്കിൽ ബിഹാൻസിലൊക്കെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഈ പോസ്റ്ററിൻ്റെ മോഡൽസ് കാര്യങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, അതൊക്കെ റെഫറൻസ് ആയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. ഏതൊക്കെ എലമെൻറ്റ്സ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, ഏതൊക്കെ ടെക്സ്റ്റ് ഫോൺസ് കാര്യങ്ങൾ യൂസ് ചെയ്യണം. സോ അങ്ങനെ നമ്മളൊരു റെഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കി ഇൻസ്പയർഡ് ആയിട്ട് പല ഡിസൈൻസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ വീഡിയോസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിലും നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങളും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ്. നമ്മളിത് അത്ര വലിയ പ്രീമിയം ഒരു എന്താ പറയുക ഗാഡ്ജറ്റ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് റെഡ്മിൻ്റെ നോട്ട് 10 Pro Max എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് നമ്മളുടെ അടുത്തുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു ഗാഡ്ജറ്റ് എത്ര ചെറുതാണെങ്കിലും അത് വെച്ചൊരു മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക്. അതായത് നമ്മളതിൻ്റെ പ്രോ ക്യാമറയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്തിട്ട് അങ്ങനത്തെ നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഫ്രം സ്ക്രാച്ച് നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളോട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ അപ്രിസിയേറ്റ് ചെയ്യണം. അതൊക്കെയാണ് നമുക്കൊരു എനർജി. കാരണം കൂടുതൽ വർക്ക്സ് ചെയ്യാനും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആവാനും ഫോളോവേഴ്സിനും എന്താ പറയുക ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ റിസോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം, വർക്ക്സ് കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ഗ്രോത്ത്, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഹാപ്പിയാണ് എൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഗ്രോത്ത് അല്ല, ബട്ട് ഉള്ള ഗ്രോത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര Q&Aയിൽ ആൻസർ ചെയ്താലും ആൻസർ അവസാനിക്കാത്തൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, ഫോട്ടോഷോപ്പ് ക്രാക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാറില്ല. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് filecr.com എന്ന് സെർച്ച് ചെയ്യുക. filecr എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ തന്നെ ഒരു വെബ്സൈറ്റ് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ഫോട്ടോഷോപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് ഡൗൺലോഡ് ബട്ടണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് നിൽക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡിലോട്ട് പോകും. അതല്ല നിങ്ങൾക്ക് പ്രീവിയസ് വേർഷൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രീവിയസ് വേർഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആകെ 1 മിനിറ്റ് മാത്രമേ എന്തോ ഇതിൻ്റെ ടൈമിംഗ് ഉള്ളൂ ഇങ്ങനെ സംസാരിക്കാനായിട്ട്. അതാണ് സ്പീഡിൽ പറഞ്ഞത്. ഓക്കെ,
ഒരു പോസ്റ്റർ ചെയ്തെടുക്കാൻ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ഓൺ ദ വർക്കാണ്. അതായത് പല വർക്കും നമ്മൾ സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്തെടുക്കാനുള്ള വർക്ക് ഉണ്ടാവും. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കസ്റ്റമൈസ്ഡ് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനുണ്ടാവും. ടെക്സ്റ്റിൽ ടൈപ്പോഗ്രഫിയും കാര്യങ്ങളും ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വർക്ക്സും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിക്സ്ഡ് ടൈം എന്ന് പറയുന്നൊരു ടൈമില്ല. നമുക്ക് 50 മിനിറ്റ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ പോസ്റ്റേഴ്സ് ഉണ്ട്, 30 മിനിറ്റ്സ് ഉണ്ട്, 1 അവർ ഉണ്ട്, 2 അവർ ഉണ്ട്. പിന്നെ നമ്മൾ ക്ലയൻസിന് അയച്ചു കൊടുത്തിട്ട് അവരെന്തെങ്കിലും റീഡിസൈൻസും അല്ലെങ്കിൽ വേറെ കൺസെപ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ചില്ലറ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. സോ അങ്ങനെ ഒരു ഫിക്സ്ഡ് ടൈമും കാര്യങ്ങളൊന്നുമില്ല, ഓരോ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇന്ന് രാവിലെ അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ചിന്തിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഒരു Q&A സെക്ഷൻ വെക്കാം, ഒന്നും കൂടി കുറച്ചൊരു ഡിഫറെൻ്റായിട്ടൊരു എന്തായാലും ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു Q&A സെക്ഷൻ വെക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നൊരു Q&A സെക്ഷൻ വെച്ചത്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് നന്ദി, കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും നന്ദി. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ പരമാവധി നമുക്ക് അറിയുന്ന പോലെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, സോ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ആൻസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി റിപ്ലൈ തരാനുണ്ട്. സോ എല്ലാതും കൂടി ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന നിങ്ങൾക്കും ചെയ്യുന്ന എനിക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ വേറെ ദിവസങ്ങളിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിൻ്റെ ടൈമിങ്ങാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. കാരണം ഇതിങ്ങനെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണം. അതിനൊരു ഓപ്ഷൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാം തന്നിട്ടില്ല തോന്നുന്നു. ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ.